വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോളീസ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് ഒരു കോളീസിൻ്റെ വർക്ക്. അപ്പോൾ ആ കോളീസിൻ്റെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ടുവന്നതും പെയിൻറ്റിങ് വരെയുള്ള വീഡിയോസും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ സെന്നിൻ്റെ ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, സെന്ന് സെന്ന് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഈ ആഴ്ച വണ്ടി കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കുറച്ച് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ സീറ്റ് കവർ ഉണ്ട്. അപ്പോൾ അത് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളീസ് എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് കോളീസ് ആയിരുന്നു. നമ്മളത് കോളീസിൻ്റെ തന്നെ ഫേവറേറ്റ് കളറായ ഗ്രീനിലേക്ക് കൺവേർട്ട് ചെയ്ത്, ഗ്രീനും സിൽവറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഉള്ള ഒരു പെയിൻറ്റിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഇത് 2 പാർട്ടുണ്ടാവും. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വണ്ടി കൊണ്ടുവരുന്നതും അവിടെ നിന്ന് റിമൂവും ഫിറ്റിങ്ങും കാര്യങ്ങളും തുടങ്ങി പെയിൻറ്റിങ് വരെയുള്ള കാര്യങ്ങളും, സെക്കൻഡ് പാർട്ടിൽ ഫിറ്റിങ്ങും കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം.
നമ്മുടെ കോളീസ് അപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഷേപ്പ് എടുത്തതാണ്. ഷേപ്പ് എടുത്ത് ഇപ്പോൾ പ്രൈമറി ബേസ് ബ്ലാക്ക് ബേസ് അടിച്ചു. സംഭവം അടിക്കാൻ പോണത് ഗ്രീനാണ് അടിക്കാൻ പോണത്. കോളീസിന് പറഞ്ഞ ഗ്രീൻ അടിക്കാൻ പോണത്. ഫുൾ ഷേപ്പ് എടുത്ത് നിങ്ങൾക്ക് ഷേപ്പ് കാണാൻ പറ്റും. സൈഡിൽ നിന്ന് ബ്ലാക്ക് അടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് അടിച്ചതാണ്. പൊടിയാണ് കേട്ടോ അത്. പിന്നെ അതേപോലെ തന്നെ ഇന്നർ സൈഡിൽ പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് പ്ലാറ്റ്ഫോം ഫുള്ളായിട്ട് തന്നെ ചേഞ്ച് ചെയ്തു. ഫുള്ള് ചേഞ്ച് ചെയ്ത് നമ്മൾ എപ്പോച്ച് അടിച്ചു. എപ്പോച്ച് അടിച്ചു. അതിന് ശേഷം ബ്ലാക്ക് അത് ബ്രഷ് കൊണ്ട് തന്നെ അടിക്കുന്നത്, വേറൊന്നുമല്ല. എല്ലാ ഗ്യാപ്പുകളിലും കറക്റ്റായിട്ട് ഇറങ്ങാൻ വേണ്ടി ബ്രഷ് കൊണ്ട് തന്നെ ആണ് അടിക്കുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം ഒക്കെ ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. എല്ലാം പാച്ച് വർക്കും കാര്യങ്ങളും ചെയ്ത് ബോഡി ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലൈറ്റ് ഇട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നാളെ വണ്ടി പെയിൻറ്റിങ്ങിന് കയറും. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസ് നമുക്ക് കാണാം. നമ്മൾ കോളീസിൽ 2 ഗ്രീനാണ് വരുന്നത്. ഒരെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഗ്രീൻ മാതിരി, അത് ഇതാണ് അതിൻ്റെ ബാക്കിൽ വരുന്നത്. പിന്നെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് ഗ്രീൻ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേളും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രീനല്ല. ശരിക്കും കോളീസിന് ഷൈനിങ് വരുന്നത് ഈ ഒരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലുള്ള പെയിൻറ്റിൻ്റെ റേഷ്യോണ് ഈ കാണുന്നത്. ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ പേളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പെയിൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കാൻ പോണത് ആ കോളീസിന് വേണ്ടി നമ്മൾ എടുക്കാൻ പോണ കളറ് ഈ ഒരു ഗ്രീനാണ് കേട്ടോ. അതിൻ്റെ ഷൈനിങ് നിങ്ങൾ കാണാൻ പറ്റും. കാർഡ് ഇത്തിരി പഴയതാണ്, എന്നാലും ഷൈനിങ് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ പേളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് പെയിൻറ്റ് എടുക്കാം. Just walk right out the door. Don't wanna do this anymore. Now I'm lost without you. You drive me crazy out my mind. How'd you do this every time? Now I'm lost without you. Used to be the one I talk to when I'm sad. Can't you see now tainted love is all we have? Our issues run so deep. Now when I try to sleep I feel so bad. I should leave and by the time it's done I'll be gone. നമ്മളിപ്പോൾ കോളീസിൻ്റെ മാസ്കിങ് കഴിഞ്ഞു. സിൽവർ അടിച്ചു. ഇവിടെ താഴെഭാഗത്ത് സിൽവറുള്ള വന്നത്. അപ്പോൾ സിൽവർ ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം ഇപ്പോൾ മാസ്കിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ഗ്രീൻ, നമ്മുടെ കോളീസിൻ്റെ എൻ്റെ ഫേവറേറ്റ് കളറായ ഗ്രീൻ നമ്മൾ അടിക്കാൻ പോവാണ്. നമ്മളൊക്കെ ഒന്ന് കാണാം. When you're home, always hanging by your phone. Do I even know you? And I
get paranoid sometimes. 'Cause I know that you ain't mine, and I'm lost without you. Used to be the one I talk to when I'm sad. Can't you see no tainted love? അപ്പോൾ കോളീസിൻ്റെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഗ്രീൻ കളർ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ മാതിരി സിൽവർ അടിയിൽ ടോപ്പ് ഭാഗം മൊത്തം ഗ്രീൻ കളർ ഫസ്റ്റ് ബേസ് കോട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ ഒരു പെയിൻറ്റിങ് കൂടി വരും, അതായത് സെക്കൻഡ് കോട്ട് വരും. അതിന് ശേഷം നമ്മൾ ക്ലിയർ അടിക്കുക. ഇപ്പോൾ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കോളീസിൻ്റെ പെയിൻറ്റിങ് ഇത് കഴിഞ്ഞു. ക്ലിയർ കോട്ടൊക്കെ അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കാം അതിൻ്റെ ഷേപ്പിങ് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഷേപ്പിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഫുള്ളായിട്ട് പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു പെയിൻറ്റിനെ കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം, വീഡിയോസ് കണ്ടവർക്ക് അറിയാം. ഈ പെയിൻറ്റിനെ കട്ട് ചെയ്തിട്ട് ലെവലിങ് ചെയ്തിട്ട് ക്രീം പോളിഷിങ് ചെയ്യും. ബ്ലാക്ക് കളർ പോളിഷ് ആയിരുന്നു, അത് ഫുൾ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സെറ്റിങ് സെക്ഷനിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു കട്ടിങ് സാധാരണ ചിലവരൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇത് ഫുള്ളായിട്ട് അടിക്കും. അതിനുശേഷം ഇത് മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് അടിക്കുക ചെയ്യാറ്. നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സിൽവർ അടിച്ചു, ബേസായിട്ട് അടിച്ചു സിൽവർ. അതിനുശേഷം കട്ടിങ് ചെയ്തു, അതായത് മാസ്കിൻ ടേപ്പ് കട്ടിങ് ചെയ്തിട്ട് ടോപ്പിലെ ഗ്രീൻ കളർ ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷമാണ് പിന്നെ ഫുള്ളായിട്ട് ക്ലിയർ അടിക്കുക ചെയ്തത്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടിങ് സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് കാണിക്കില്ല.